Kawain. നമസ്കാരം, ഞാൻ നാരായണൻ. EVN വില്ലേജ് ലൈഫ് ആൻഡ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ കവുങ്ങിലെ കയറി നമ്മുടെ ഈ പ്ലാവിൽ നിന്ന് ഇടിച്ചക്ക പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു അടിപൊളി ഇടിച്ചക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അതെ, നമ്മുടെ ഇടിച്ചക്ക മഞ്ഞളും ഉപ്പും ചേർത്ത് ഈ രൂപത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അച്ചാർ ആക്കാനുള്ള പരുവത്തിൽ നമ്മൾ മുറിച്ചിടാൻ പോവുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി അച്ചാർ ഉണ്ടാക്കാനുള്ള പരുവത്തിൽ നമ്മൾ മുറിച്ചിടുകയാണ്. കുറച്ച് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചിടാം. കനം കുറച്ച് മുറിക്കണം. അപ്പോൾ നമ്മളുടെ ഇടിച്ചക്ക അച്ചാർ പരുവത്തിൽ നമ്മൾ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാ നല്ല നാരങ്ങ കഷ്ണം പോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിനി അച്ചാറാക്കാം. ബാ. അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം കടുക്. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് പച്ചപ്പറങ്ങി ഇടാം. എരിഞ്ഞു വെച്ച പച്ചപ്പറങ്ങി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മൂത്ത് വേണം. ഇത് പച്ചമണലൊന്നും മാറിക്കിട്ടണം. ഇടാം. നല്ല ശുദ്ധമായ കറിവേപ്പില. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മതി. അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണം. മതിയാവും. 2 സ്പൂൺ. കാശ്മീരി മുളക് പൊടി ഇതിട്ടാൽ നല്ല കളർ കിട്ടുമ്പോൾ. ഓക്കെ, ഇളക്കി കൊടുക്കുക. മിക്സാക്കി കൊടുക്കുക.
നല്ല മണം വരുന്നുണ്ട്. കുറച്ച് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കുക, മതിയാവും. ഇതിലേക്ക് നമ്മുടെ ഇടിച്ചക്ക വേവിച്ച് കഷ്ണമാക്കിയ ഇടിച്ചക്ക ഇട്ട് കൊടുക്കുക. ഉപ്പും ചേർത്ത് വേവിച്ച് കഷ്ണങ്ങളാക്കിയ ഇടിച്ചക്ക. മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നാൽ നല്ല പുളിയെല്ലാം കിട്ടും. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കുമ്പോൾ അച്ചാറിൻ്റെ പ്രത്യേകത കിട്ടും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം നമ്മൾ ഇടിച്ചൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല. കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുക. ഓക്കെ, മതിയാവും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഇടിച്ചക്ക അച്ചാർ. അടിപൊളിയായിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മതിയാവും. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അടിപൊളി അച്ചാർ തയ്യാറായി. നമ്മുടെ അടിപൊളി ഇടിച്ചക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതാ ഇനി ഇറക്കി വെക്കാം. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയാണ്. എല്ലാ ചേരുവകളും കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെടും ഈ അച്ചാർ. അടിപൊളി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.